അപ്പോൾ ഹലോ ഗായ്സ്, ഞാൻ ഇസാഖ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ 1 കിലോൻ്റെ ഉന്നക്കായ ഉണ്ടാക്കാൻ പോകണം. 1 കിലോ ഉന്നക്കായതിന് വേണ്ടി നമ്മൾ 1 കിലോ നേന്ത്രപ്പാക്ക വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുറിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് കളർ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഓൾറെഡി മുറിച്ച് വെച്ചതാണ് സാധനങ്ങൾ. അപ്പോൾ ഇനി ഇത് വേവിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വേവിക്കാൻ പോകും. ഓക്കെ, ഇതെന്തായാലും നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചിട്ട് ഇതെടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ നമ്മൾ നൈസായിട്ട് തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങ ഒന്ന് അരച്ച് റെഡിയാക്കണം. അപ്പോൾ നമ്മളിത് തേങ്ങ അരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫുള്ളായി ഞാൻ ചെയ്തതല്ല, ഞാനൊരു കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പഴം വെന്ത് കഴിഞ്ഞു. വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ ഇനി എടുത്ത് വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത് നമ്മൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നല്ല ചൂടോടൊപ്പം തന്നെ കുഴക്കണം. ചൂടാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ആ ചൂടോടെ തന്നെ കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ കറക്റ്റുള്ള പരുവത്തിൽ കിട്ടുള്ളൂ. ആ ചൂടോടെ തന്നെ നമ്മളതിനെ അടിച്ച് കുഴയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം കുഴച്ച് ഞാൻ കുറച്ച് നേരം കുറച്ച് ശരിയാവാണ്ടായി ഉമ്മാനത്ത് കൊടുത്തു. അതിനുശേഷം ഉമ്മ കുറച്ച് ശരിയാക്കി. അതിനുശേഷം നമ്മൾ ഫോർക്കിട്ട് അതിനുശേഷം ഇങ്ങനത്തെ ഫോർക്ക് പോലത്തെ കമ്പികൾ അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കണം. കാരണം കുറച്ച് കട്ടി ഉണ്ടാകാൻ പാടില്ല. ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് നൈസിൽ വരാൻ വേണ്ടിയിട്ട്, ഭയങ്കര സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നന്നായി കുഴച്ച് കൊടുക്കണം. ആ പഴം അത്രയും സോഫ്റ്റായി വരണം. അപ്പോൾ ഒരു പാൻ അങ്ങ് എടുത്ത് വെച്ച് അതങ്ങനെ ചൂടായതിന് ശേഷം നമ്മൾ നല്ല നെയ്യ് എടുത്ത് ഒഴിച്ചു കൊടുത്തു. ആ നെയ്യൊന്ന് ചൂടാവുമ്പോഴേക്കും നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്ത് അതിൽ മിക്സാക്കി കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിങ്ങനെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടുകൊണ്ടിരിക്കുക. കുറേ നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുന്തിരീൻ്റെയൊക്കെ ഒരു വിധം മാറുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു ഷേപ്പൊക്കെ മാറി അത് കുറച്ച് വലുതായതിനു ശേഷം അണ്ടിപ്പരിപ്പും കുറച്ച് കളറൊക്കെ മാറി ഒരു ചെറിയ ബ്രൗണിഷ് കളറൊക്കെ ആവും. അപ്പോൾ അതുവരേക്കും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അങ്ങനെ ഇളക്കി ഞാൻ പറഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ തേങ്ങ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ തേങ്ങ നമ്മൾ അരച്ചതല്ല ചെരുവി വെച്ചാണ് അത് ആഡ് ചെയ്തു. അത് ആഡ് ചെയ്ത് കുറച്ച് കൂടിപ്പോയി. നമ്മൾ വേറൊരു കാര്യത്തിന് വേണ്ടി അരച്ച് വെച്ചതും കൂടി ഇതിൽ ആഡാക്കി. അതുകൊണ്ട് അത് റിട്ടേൺ എടുത്തിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല അത് റിട്ടേൺ എടുത്തത്, കുറച്ച് ആഡ് കൂടെ ചെയ്തുകൊണ്ടാണ് റിട്ടേൺ എടുത്തത്. അപ്പോൾ ഇനി തേങ്ങ ഇട്ടതിൽ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഇളക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ കുറേ നേരം കുറച്ച് ക്ഷമയുള്ളൊരു പരിപാടിയാണല്ലോ ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുപാട് നേരം നിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്ന സമയത്ത് നെയ്യ് കുറച്ച് കമ്മിയാണ് പറഞ്ഞിട്ട് അനിയത്തി വീണ്ടും കുറച്ച് നെയ്യ് ആഡ് ചെയ്തു. അങ്ങനെ നെയ്യ് ആഡ് ചെയ്ത് വീണ്ടും ഞങ്ങളങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് തേങ്ങ ഒരു ബ്രൗണിഷ് കളർ, ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആ 3 ടീസ്പൂൺ പഞ്ചസാരയും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞ് അതിന് ശേഷം ഈ ചൂടോടെ തന്നെ പാൻ എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഈ പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാൻ എടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് പട്ടാഗ്രാമ്പിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ പാൻ എടുത്ത് മാറ്റി വെച്ചു. ഇനി അടുത്ത് നമ്മുടെ പണിയെന്ന് പറയുന്നത് നമ്മുടെ കുഴച്ച് വെച്ച നമ്മുടെ നേന്ത്രപ്പഴം എടുത്തിട്ട് നമ്മൾ നന്നായി പരത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ചെറുതായിട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് ഫില്ലിങ്സ് വെച്ച് റോളാക്കലാണ് പതിവ്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന 1 കിലോൻ്റെ വലിയ ഉന്നക്കായാണ്. അപ്പോൾ ഈ ഉന്നക്കായ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് പ്ലേറ്റ് എടുത്തു. ആ പ്ലേറ്റ് എടുത്തിട്ട് അതിന് ചുറ്റും ഫുള്ളായിട്ട് അതിന് നേന്ത്രപ്പഴം പരത്തി കൊടുത്തു. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്ലേറ്റിൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പരത്തി കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിത് പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്ര വലുതാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുത് ചെയ്യുമ്പോഴാണ് കയ്യിലൊക്കെ പരത്തിയിട്ട് തേങ്ങ ഫില്ല് ചെയ്ത് റോൾ ചെയ്യില്ല ആവശ്യം. പക്ഷെ നമ്മളിപ്പോൾ ഒരു ട്രൈ ആണ്, വലുതായിട്ട് പരത്തി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫുള്ള് നടുവിൽ മൊത്തം നമ്മുടെ ഫില്ലിങ്സ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ മടക്കി റോളാക്കി മാറ്റും. അപ്പോൾ ഇനി നമുക്കത് ചെയ്യാം. ഓക്കെ, നമുക്കെന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നമ്മൾ നന്നായി പരത്തി അങ്ങോട്ട് റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫില്ലിങ്സ് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ തേങ്ങയ്ക്കുള്ള വെച്ച കൂട്ട് നമ്മൾ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു പണിയാണ്, വലിയ പരത്തേണ്ട ആവശ്യം നമ്മൾ കയ്യിൽ തന്നെ വെച്ച് ചെയ്യാനുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇത്രയും വലുതായത് കൊണ്ടാണ് നമ്മൾ പ്ലേറ്റൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് നമ്മളത് ഫില്ലൊക്കെ ചെയ്യുന്നത്. ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് അത് മടക്കിയതും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പരത്തി എടുത്തതും.
അപ്പോൾ ഇത് ഒരുപാട് നല്ല നൈസായി നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. മടക്കി അതിന് ശേഷം രണ്ട് സൈഡും ഒരു തേങ്ങയൊന്നും ഫില്ലിങ്സൊന്നും പുറത്തു പോകാത്ത രീതിയിൽ നമ്മളത് മടക്കി റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ നമ്മളിതിനെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനെ ഒരു ഉന്നക്കായ് ഷേപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വറുത്തെടുക്കുന്നത് പൊട്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കണം. അങ്ങനെ 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനെ എടുത്ത് എണ്ണയിട്ട് പൊരിക്കാൻ പോകുന്നത്. പൊരിച്ച് വരുമ്പോൾ പൊട്ടുമോ പൊട്ടില്ലേ എന്നുള്ളത് നമുക്കപ്പോൾ നോക്കാം. എന്തായാലും പൊട്ടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പൊട്ടാതിരിക്കാൻ എടുക്കാൻ നോക്കാം. ലാസ്റ്റ് നമുക്ക് കഴിച്ച് നോക്കി എങ്ങനെയുണ്ട് നമുക്ക് പറയാം. അല്ലെ, നോമ്പുറക്ക് ഇത് അടിപൊളി ഡിഷായിരിക്കും. നമ്മുടെ ഉന്നക്കായ്, ബിഗ്ഗസ്റ്റ് ഉന്നക്കായ്, 1 കിലോ ഉന്നക്കായ്, ഏകദേശം 1 കിലോ ഉണ്ട് എന്തായാലും. കാരണം എന്താ, 1 കിലോ പഴവും പിന്നെ തേങ്ങയൊക്കെ ചേർത്തിട്ട് എന്തായാലും 1 കിലോൻ്റെ അടുത്ത് എന്തായാലും നല്ല വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇത് പൊരിക്കാൻ വേണ്ടി പോവാം. അല്ലെ, ഫ്രിഡ്ജിലേക്ക് വേണ്ടി പോവാം. നമ്മളിത് 1 മണിക്കൂർ ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാനൊക്കെ വെച്ച് നമ്മൾ ആ സാധനം എടുത്ത് നോക്കണം. നമ്മളൊരു നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ ഒരു 6:15 ആയ സമയത്ത് നമ്മളെടുത്ത് അത് പൊരിക്കാൻ റെഡിയായതാണ്. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്ത പാത്രം കുറച്ച് ചെറുതായോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു അതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മുടെ ഉന്നക്കായ വറുത്തെടുക്കാൻ. കാരണം നമ്മുടെ ഉന്നക്കായ അത്രയും വലുപ്പമായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങോട്ട് തിരിച്ച് മറിച്ച് ഇട്ട് നമ്മൾ കഷ്ടപ്പെട്ടത് വേവിച്ചെടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവിച്ചിട്ട് തന്നെ എടുത്തത്. എല്ലാ സൈഡും ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായി വേവിച്ചെടുത്തത്. അപ്പോൾ അത്ര ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി വേവിച്ച പഴമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രിസ്പാവാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓയിലിട്ട് അങ്ങോട്ട് തിരിച്ച് മറിച്ച് വേവിച്ചെടുത്ത്, ചെറുതാണെങ്കിൽ നമുക്ക് ഓയിലിൽ ഇങ്ങനെ മുക്കിയെടുത്ത് വേവിക്കുന്നതാണ് ഉന്നക്കായ എപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ ഇത്രയും വലുതായതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് മറിച്ചിട്ട് വേവിക്കുക ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പാത്രത്തിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് സൈഡ് നമ്മൾ കുറച്ച് കട്ട് ചെയ്തു. കാരണം പാത്രത്തിൽ വെക്കാൻ പോകുന്ന സമയത്ത് ഉന്നക്കായി അത് കുറച്ച് വലിപ്പം കൂടിയതുകൊണ്ട് നമ്മുടെ അറ്റം കുറച്ച് എഡ്ജൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പാത്രത്തിൽ ഇറക്കി വെച്ചത് അത് ആ ഒരു എഡ്ജാണ് നമ്മൾ നെയ്സിൽ കാണുന്നത്, അവിടെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും വറുത്തെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായി എണ്ണയൊക്കെ കുടിച്ച് എണ്ണയിൽ മുങ്ങി കിടക്കുന്നുണ്ട് നമ്മൾ ഉന്നക്കായി. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോമ്പ് തുറക്കാൻ ഇതെടുത്ത് പുറത്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത് കഴിച്ച് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് പറയാം. വേഗം ബാങ്ക് കൊടുക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം, അല്ലേ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ പോകണം. എന്തായാലും നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു. എന്തായാലും കുറച്ച് ജ്യൂസ് മാത്രം കുടിച്ചിട്ടുള്ളൂ. ഇത് കട്ട് ചെയ്ത് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കഴിക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സെൻറ്റർ തന്നെ കട്ട് ചെയ്യാം. എന്തായാലും ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേവിക്കുന്ന സമയത്തൊന്ന് പൊട്ടി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തു. ഇതാ നമ്മുടെ സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഉന്നക്കായൊക്കെ സെറ്റായിരുന്നു. നമുക്ക് ഈ ചെറിയ പീസ് കഴിച്ച് നോക്കാം. ഇത് കണ്ട, ഇതാണ് ഉന്നക്കായതിന് വലിപ്പം വരുന്നുണ്ട്. സംഭവം സൂപ്പറായിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് കുറച്ച് കുറഞ്ഞു പോയി തോന്നും. ഫസ്റ്റത്തെ ലെയർ കുറച്ച് കൂടി, വലിപ്പം കൂടി. അതുകൊണ്ട് കുറച്ച് പഴത്തിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് സാധാ പോലെ തന്നെ ഉണ്ട്. സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ.